മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. സ്നേഹം നിറഞ്ഞവരെ, പ്രഭാത വിരുന്നിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് നൽകിയ ഈ ദിവസത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്നലെ നമ്മൾ കിടന്നുറങ്ങിയപ്പോൾ നമ്മോടൊപ്പം വിശ്രമിക്കാൻ ആരംഭിച്ച പലർക്കും ഒരുപക്ഷെ ഇന്ന് പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. നമുക്കറിയാമത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രഭാതം ദൈവം നമുക്ക് നൽകിയ വലിയൊരു ദാനമാണ്, വലിയൊരു അനുഗ്രഹമാണ്. ഒത്തിരിയേറെ കൃപകൾ ഒരുക്കി വെച്ചുകൊണ്ട് ദൈവം നമുക്ക് ഒരു പുതിയ പ്രഭാതം നൽകുകയാണ്. ഒത്തിരി സന്തോഷത്തോടു കൂടെ നമുക്ക് ഈ പ്രഭാതം ആരംഭിക്കാം. ദൈവം നൽകിയ ഈ ഒരു ദിവസം ഏറ്റവും മനോഹരമാകുവാനായിട്ട്, കർത്താവിന് നമ്മൾ അർപ്പിക്കുന്ന വലിയ ഒരു ആരാധനയായി മാറുവാനായിട്ട് ദിവസം ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരി പ്രതീക്ഷയോടുകൂടി, ഒത്തിരി സന്തോഷത്തോടു കൂടെ നമുക്ക് ഈ പ്രഭാത വിരുന്നിലേക്ക് പ്രവേശിക്കാം. ഈ അവസരത്തിൽ പരിശുദ്ധ അമ്മയുടെ കരം നമുക്ക് പിടിക്കാം. നമുക്കറിയാം, കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് ഈശോ നമുക്ക് നൽകിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. അമ്മ തന്നെ നമുക്ക് ഈ ദിവസം മുഴുവനും കൂട്ടായിരിക്കട്ടെ. അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് ഈ യാത്ര ആരംഭിക്കാം. നമ്മെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ, നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളെ എല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു നന്മ നിറഞ്ഞ മറിയമേ ഒരുമിച്ച് ചൊല്ലി നമുക്ക് ഈ പ്രഭാതം ആരംഭിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രത്യേകമായിട്ട് ഈ ഒരു പ്രഭാത വിരുന്നിൽ നമുക്ക് നിയോഗമായിട്ട് വേദനകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ, ഒത്തിരിയേറെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, അവർക്കെല്ലാം പ്രത്യാശ പകരുന്ന ആ ഒരു ഈശോയിലുള്ള പ്രത്യാശയിലേക്ക് എല്ലാവരും നയിക്കണമേ. പ്രത്യേകിച്ച് വേദനകളിലൂടെ, രോഗങ്ങളിലൂടെ, പീഡകളിലൂടെ കടന്നു പോകുന്നവർക്ക് യേശു നൽകുന്ന ആ ഒരു പ്രത്യാശയിലേക്ക് പ്രവേശിക്കുവാൻ ഇടയാകട്ടെ. അതായിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രഭാത വിരുന്നിൻ്റെ നിയോഗം. നമുക്ക് സന്തോഷപൂർവ്വം ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. സ്നേഹം നിറഞ്ഞവരെ, ഈ പ്രഭാതത്തിൽ ഈശോ നമ്മോട് സംസാരിക്കുന്നത് അത് മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിലൂടെയാണ്. നമുക്ക് ശ്രദ്ധാപൂർവം ഈ തിരുവചനത്തെ ശ്രവിക്കാം. യേശു തൻ്റെ 12 പേരെ മാത്രം കൂട്ടിക്കൊണ്ട് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് അരുളി ചെയ്തു, ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവർ അവനെ പരിഹസിക്കുകയും പ്രഹരിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഇത് ഈശോ തൻ്റെ സഹനത്തെക്കുറിച്ച്, തൻ്റെ മരണത്തെക്കുറിച്ച് ശിഷ്യന്മാർ കൊടുക്കുന്ന മുന്നറിയിപ്പാണ്. പക്ഷേ ആ മുന്നറിയിപ്പ് അവസാനിക്കുന്നത് സഹനമുണ്ടാവും, പീഡകളുണ്ടാവും, മരണമുണ്ടാവും. പക്ഷേ അതിലവസാനിക്കുന്നതല്ല മനുഷ്യപുത്രൻ്റെ യാത്ര. അത് 3-ാം പക്കത്തെ ഉയർപ്പിലാണ് എത്തിച്ചേരുക. പ്രിയപ്പെട്ടവർ, ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജപമാലയിലെ
ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ, 5 രഹസ്യങ്ങൾ നമുക്കറിയാം. ഈ 5 രഹസ്യങ്ങൾ സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ്. ദുഃഖത്തിൻ്റെ ഒന്നാമത്തെ രഹസ്യം ഗെത്സമനിൽ പ്രാർത്ഥിക്കുന്ന ഈശോയാണ്. എത്രമാത്രം മനോവ്യഥയോടുകൂടിയാണ് ഈശോ അവിടെ പ്രാർത്ഥിക്കുക. വചനം നമ്മോട് പറയുന്നു, കൂടെയുള്ള ശിഷ്യന്മാരെല്ലാം ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ട് ഇരുത്തിയിട്ട് അവിടുന്ന് ഒരു കല്ലേറ് ദൂരം മുന്നോട്ട് പോയി ആരും കാണാത്തൊരു സ്ഥലത്തിരുന്നു കൊണ്ട് ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഈശോയെ നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഈശോയുടെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ നമ്മുടെയൊക്കെ മുഖം ആ ഈശോയുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ, ഒരുപക്ഷെ ഇപ്പോഴീ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പലരും ഈ ഒരു അവസ്ഥയിലാവാം. കാര്യം ഒരു പ്രഭാതമാണ്, ഒരു ദിവസത്തിൻ്റെ ആരംഭമാണ്. പക്ഷേ നമ്മളെ അലട്ടുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഒരു പുതിയ പ്രഭാതത്തിലേക്ക് നമ്മൾ ചുവട് വയ്ക്കുമ്പോൾ നമ്മളെ അതിശയിപ്പിക്കുന്ന, നമ്മളെ വേദനിപ്പിക്കുന്ന, അല്ല നമ്മളെ ആകുലപ്പെടുത്തുന്ന ഒത്തിരിയേറെ യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇവിടെയാണ് നമ്മുടെ മുഖം ഈശോയുടെ മുഖത്ത് പ്രതിഫലിക്കുക. മാനസികമായ വ്യഥയിൽ നെടുവീർപ്പെട്ട് ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഈശോയെ നമ്മൾ അവിടെ കാണുകയാണ്. നമ്മുടെയൊക്കെ ഭാരങ്ങൾ വഹിച്ചുകൊണ്ടാണ് ഈശോ അവിടെ നിൽക്കുക. വീണ്ടും നമ്മൾ ഈ ദുഃഖത്തിൻ്റെ രഹസ്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ കാണുക, അത് പീലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച് ഒരു കൽത്തൂണിൽ യേശുവിനെ കെട്ടിയിട്ടിരിക്കുന്നു. ചമ്മട്ടി കൊണ്ട് ഈ പടയാളികൾ യേശുവിനെ അടിക്കുന്ന ഒരു രംഗമാണ്. ശരീരമാസകലം വ്രണം, മുറിവേറ്റ് വേദനിച്ച് കഴിയുന്ന ഈശോ. ഇവിടെയും ഈശോ വഹിക്കുന്നത് നമ്മുടെ രോഗങ്ങളാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പ്രവാചകൻ പറയുന്നു, അവൻ വഹിച്ചത് നമ്മുടെ ഭാരങ്ങളായിരുന്നു, അവൻ ചുവന്നത് നമ്മുടെ രോഗങ്ങളായിരുന്നു, അവൻ്റെ ക്ഷതങ്ങളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ ഇവിടെ ഈ പീലാത്തോസിൻ്റെ ആ ഭവനത്തിൽ കൽത്തുറങ്കിൽ കെട്ടിയിട്ട് അടി കൊണ്ടുകൊണ്ടിരിക്കുന്ന ഈശോ നമ്മുടെയൊക്കെ പ്രതിനിധിയാണ്. നമുക്ക് വേണ്ടിയെല്ലാം അവിടെ പ്രാതിനിധ്യം വഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രഭാതത്തിൽ രോഗികളായിരിക്കുന്ന സകലരെയും, പ്രത്യേകിച്ച് ശരീരത്തിൽ പീഡകൾ അനുഭവിക്കുന്ന എല്ലാവരെയും നമുക്ക് കർത്താവിനോട് ചേർത്ത് വയ്ക്കാം. നമ്മുടെ ശരീരത്തിൽ നമ്മൾ സഹിക്കുന്ന ബുദ്ധിമുട്ടുകൾ, വിവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഈ സമയത്ത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരുപക്ഷെ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പലരും വർഷങ്ങളായിട്ട് രോഗികളാവാം. എന്തുകൊണ്ട് എനിക്ക് ഈ രോഗമെന്നുള്ള ആകുലത അവരെ അലട്ടുന്നുണ്ടാവാം. കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം ഈ പ്രഭാതത്തിൽ. വീണ്ടും നമ്മൾ യാത്ര മുന്നോട്ട് പോകുമ്പോൾ മൂന്നാമത്തെ രഹസ്യത്തിൽ നമ്മൾ കാണുക, യേശുവിനെ മുൾക്കിരീടം ചാർത്തിയിരിക്കുന്ന ആ ഒരവസ്ഥയാണ്. ഒരു ചുവന്ന മേലങ്കി അവന് കൊടുത്തു. നീ രാജാവാണെങ്കിൽ നിനക്കൊരു കിരീടം വേണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുള്ളുകൾ കൊണ്ടൊരു കിരീടമുണ്ടാക്കി അതവൻ്റെ ശിരസിൽ അടിച്ച് തറയ്ക്കുന്ന ആ പടയാളികളെ നമ്മൾ കാണുകയാണ്. അതും പോരാഞ്ഞിട്ട് അവൻ്റെ കുരിശിൻ്റെ മുകളിൽ എഴുതി വയ്ക്കുകയാണ്, യൂതന്മാരുടെ രാജാവായ നസ്രായനായ ഈശോ. പരിഹാസത്തിലൂടെ കടന്നു പോകുന്ന കർത്താവ്. ചുറ്റും നിന്നവരെ കളിയാക്കുകയാണ്. നീ രാജാവാണെങ്കിൽ നിനക്കൊരു കിരീടം വേണ്ടേ? നീ അനേകരെ രക്ഷിച്ചവനല്ലേ, എന്തുകൊണ്ട് നിന്നെ തന്നെ രക്ഷിക്കാൻ പറ്റണില്ല? പരിഹാസങ്ങളുടെ ഇടയിൽ ഈ ഈശോ ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇവിടെയും ഈശോ പ്രതിനിധാനം ചെയ്യുന്ന നമ്മെ ഓരോരുത്തരെയുമാണ്. ഈ പ്രഭാതത്തിൽ മുഖമുയർത്തി നിൽക്കാൻ പറ്റാതെ പരിഹാസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ മക്കൾ നമ്മുടെയൊക്കെ പ്രതിനിധിയായിട്ട് ഈശോ അവിടെ ഇരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു കുറ്റവും ചെയ്യാത്തതിൻ്റെ പേരിലായിരിക്കാം നമ്മൾ പരിഹസിക്കപ്പെടുക, തെറ്റിദ്ധരിക്കപ്പെടുക, ഒരുപക്ഷെ ജയിലിൽ തന്നെ അകപ്പെട്ടിരിക്കുക. അതിൻ്റെ പേരിൽ നമ്മൾ സൂക്ഷിച്ചു നോക്കുന്ന വ്യക്തികൾ. ഈശോ പറയുകയാണ്, മക്കളെ, ഇവിടെയും യേശുവിൻ്റെ യാത്ര തീരണില്ല, വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. ദുഃഖത്തിൻ്റെ നാലാമത്തെ രഹസ്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുക, ഭാരമേറിയ കുരിശും വഹിച്ചുകൊണ്ട് ഗാഗുൽത്തായിലേക്ക് നീങ്ങുന്ന ഈശോയാണ്. പല പ്രാവശ്യം ഈശോ
മുഖം കുത്തി താഴെ വീഴുന്നു എന്ന് വചനം നമ്മളെ പഠിപ്പിക്കണം. ഭാരമേറിയ കുരിശ് വഹിക്കാൻ ത്രാണിയില്ലാതെ കാലുകൾ കുഴഞ്ഞ് നിലം പതിക്കുന്ന ഈശോ, നമ്മുടെ തന്നെ മുഖച്ഛായ നമുക്ക് ആ ഈശോയിൽ കാണാൻ പറ്റണില്ലേ? എത്ര നാളായി ഭാരം വഹിച്ചുകൊണ്ടിരിക്കണം. ഈ ജീവിതഭാരം പേരെ തളർന്നു പോയ മക്കൾ ഒത്തിരി. എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ അലയുന്ന മനുഷ്യർ. ഇവിടെ ഈ പ്രഭാതത്തിൽ ഈശോ നമുക്ക് വേണ്ടി ആ ഭാരങ്ങൾ ഏറ്റെടുക്കുകയാണ്. അല്ലെങ്കിൽ അതേ ഭാരത്തിലൂടെ, അതേ വേദനയിലൂടെ, അതേ വീഴ്ചയിലൂടെ കടന്നു പോകുന്നവരോട് ഈശോ പറയുന്നു, മോനെ മോളെ, ഞാനും ഇതേ വഴിയിലൂടെ കടന്നു പോയതാണ്. ഞാനും ഇതുപോലെ ഭാരം താങ്ങാൻ പറ്റാതെ വേദനിച്ച് നിലം പൊത്തിയ മനുഷ്യനാണ്. പക്ഷെ വീണ്ടും ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു, വീണ്ടും ഞാൻ കുരിശെടുത്ത് എൻ്റെ തോളത്ത് വെച്ചു, ഞാൻ ഈ യാത്ര പൂർത്തിയാക്കി. നീ തളരരുത്, നീ തകരരുത്. കുരിശിൻ്റെ വഴിയിലൂടെ നടക്കുമ്പോൾ നീ എൻ്റെ മുഖത്തേക്ക് നോക്കുക, ഞാനുണ്ട് നിന്നെ സഹായിക്കാനായിട്ട്. അതാണ് ഈ പ്രഭാതത്തിൽ ഈശോ നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം. വീണ്ടും ഈ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണുക, ഒരു മരക്കുരിശിൽ 3 ആണികളിൽ പിടഞ്ഞ് മരിക്കുന്ന ഈശോയാണ്. ചുറ്റും നിന്നവർ പരിഹസിക്കണം, നീ രാജാവാണെങ്കിൽ ഇറങ്ങി വരാൻ പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കണം, നീ അനേകരെ സൗഖ്യപ്പെടുത്തിയതല്ലേ, എന്തുകൊണ്ട് ഇപ്പോൾ നിന്നെ തന്നെ സൗഖ്യപ്പെടുത്താൻ പറ്റണില്ല എന്നുള്ള ചോദ്യങ്ങൾ. മരണവെപ്രാളത്തിലൂടെ കടന്നു പോകുന്ന കർത്താവ്. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരുടെയും അവസ്ഥ ഇതുപോലെ തന്നെയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ പരാജയപ്പെട്ട വ്യക്തി, മറ്റുള്ളവരുടെ മുൻപിൽ നിസ്സഹായനായിട്ട് കിടക്കേണ്ടി വരുന്നൊരു വ്യക്തി, എല്ലാവരും തുറിച്ച് നോക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തി. അവസാനം പിതാവേ, നിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൻ്റെ അവസാന നിമിഷം കടത്തിവിടുന്ന ഈശോ. പ്രിയപ്പെട്ടവരെ, ഇവിടെയും ഈ പ്രഭാതത്തിൽ ഈശോ പറയുകയാണ്, നിൻ്റെ മുഖത്ത് ഞാൻ എന്നെ തന്നെ കാണുന്നു, നിൻ്റെ വേദനകളിൽ ഞാൻ നിൻ്റെ കൂടെ നിൽക്കുന്നു. കാരണം എനിക്കറിയാം നിൻ്റെ വേദനകൾ, ഞാൻ കടന്നുപോയതാണ് ഈ നൊമ്പരങ്ങളിലൂടെ. പക്ഷെ ഇവിടെയെല്ലാം ഈശോ നമ്മോട് പറഞ്ഞു തരുന്ന വലിയ സത്യമുണ്ട് പ്രിയപ്പെട്ടവരെ. അത് ഗത്സമേൻ അനുഭവം നമുക്കുണ്ടാകുമ്പോൾ അതെല്ലാത്തിൻ്റെ അവസാനമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആ ഗത്സമേൻ നമ്മളെ നയിക്കുന്നത് അടുത്ത ഒരു സഹനത്തിലേക്കാവാം. അതൊരു പക്ഷേ ശാരീരികമായ പീഡകളാകാം. മാനസികമായ വ്യഥയിൽ നിന്ന് തകരുമ്പോൾ അതൊരു അന്ത്യമല്ല എന്ന് ഈശോ നമ്മൾ പറയുന്നു. അതുപോലെ തന്നെ ശാരീരിക പീഡകളിലൂടെ, രോഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായി രോഗങ്ങൾ വരുന്നു, നിരന്തരം ആസ്പത്രികൾ കയറി ഇറങ്ങേണ്ട അവസ്ഥ വരുന്നു. ഇവിടെയെല്ലാം തകരരുത്, തളരരുത്, ഇതൊന്നും ഒരവസാനമല്ല എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും പരിഹാസത്തിൻ്റെ മുൾമുടി ചാർത്തുന്ന അനുഭവങ്ങളുടെ നടുവിലൂടെ നമ്മൾ പോകുമ്പോൾ, എന്നാൽ ഇനി ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. എൻ്റെ കർത്താവ് ഇതിലൂടെ കടന്നു പോയതാണ്, പക്ഷെ അവിടെ അവസാനിച്ചവനല്ല. എൻ്റെ ഈശോ എന്നെ പഠിപ്പിച്ചത് ഇതിനപ്പുറത്ത് എന്തോ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതേ പ്രിയപ്പെട്ടവർ, ഈ പ്രഭാതത്തിൽ ഇതുപോലെ മുൾക്കിരീടം ചാർത്തപ്പെട്ട അപമാനത്തിലൂടെ കടന്നു പോകുന്ന, മറ്റുള്ളവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യർ, ഈശോ പറയണ, എൻ്റെ മോനെ, എൻ്റെ മോളെ, നിൻ്റെ അവസ്ഥയിലൂടെ ഞാനും കടന്നു പോയതാ, പക്ഷെ അതൊരു അന്ത്യമായിരുന്നില്ല. വീണ്ടും നമ്മളെ ഈ യാത്ര നയിക്കുന്നത് അത് ഭാരമേറിയ കുരിശും വഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ തളർന്നു വീഴുന്ന ഈശോയിലേക്കാണ്. നമ്മുടെയൊക്കെ അനുഭവം അത് തന്നെയാണ്. പല പ്രാവശ്യം നമ്മൾ തളർന്നു പോവുകയാണ്. വീണ്ടും വീണ്ടും നമ്മൾ എഴുന്നേൽക്കാൻ പരിശ്രമിക്കുന്നു, വീണ്ടും കുരിശ് വഹിക്കാൻ ശ്രദ്ധ കാട്ടുന്നു, പക്ഷേ വീണ്ടും പോകുന്ന അവസ്ഥയിൽ എങ്കിലെല്ലാം അവസാനിപ്പിച്ചേക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന അവസ്ഥയിൽ ഈശോ പറയുകയാണ്, ഇല്ല, ഈ കുരിശ് യാത്രയിൽ അവസാനിക്കേണ്ടതല്ല നിൻ്റെ ജീവിതം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലക്ഷ്യമുണ്ട്, അതിനകത്തേക്കുള്ള മാർഗം മാത്രമാണിത്. ഇവിടെ പിടിച്ചു നിൽക്കുക, ഇവിടെ കർത്താവിലേക്ക് നിൻ്റെ കണ്ണുകൾ ഉയർത്തുക. അത് യാത്രയുടെ അവസാനം നമുക്കറിയാം, ഗാഗുൽത്തായിൽ എത്തുമ്പോൾ ലോകത്തിൻ്റെ കണ്ണിൽ പരാജയത്തിൻ്റെ മൂർത്തിഭാവമാണത്. 3 ആണികളിൽ തറയ്ക്കപ്പെടുന്നു, മരക്കുരിശിൽ കിടന്നുകൊണ്ട് പിടഞ്ഞ് മരിക്കുന്നു. നിസ്സഹായമായ അവസ്ഥ, ലോകത്തിൻ്റെ കണ്ണിൽ പരിഹാസിതൻ.
പരാജയപ്പെട്ടവൻ. ഒരുപക്ഷെ ഇതുതന്നെയായിരിക്കാം നമ്മുടെ അവസ്ഥകൾ. മറ്റുള്ളവർ നോക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മെക്കുറിച്ച് തോന്നുന്നത്, ഞാനൊരു പരാജയപ്പെട്ട വ്യക്തി, ഞാനൊരു ശപിക്കപ്പെട്ടവൻ, എന്തിനീ ജീവിതം ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന അവസ്ഥകൾ. പക്ഷെ അതിലൂടെയും ഈശോ കടന്നുപോയത് അവിടെയും അവസാനിക്കുന്നില്ല ഈ ജീവിതം എന്ന് കാട്ടിത്തരാൻ വേണ്ടിയാണ്. ലോകത്തിൻ്റെ കണ്ണിലെല്ലാം അവിടെ അവസാനിച്ചതുപോലെ തോന്നി. അവൻ്റെ മരണം അതോടെ എല്ലാം തീർന്നു. അവസാനം കുരിശിൽ നിന്നിറക്കി 6 അടി മണ്ണിൽ അവനടക്കം ചെയ്തതോടുകൂടെ എല്ലാം തീർന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു പരാജിതൻ്റെ കഥ രചിക്കുവാനായിട്ട് കാത്തിരുന്നവരുടെ മുൻപിലേക്ക് ഈശോ പ്രവചിച്ചതുപോലെ ഒരു 3-ാം പക്കം വരികയാണ്. ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞു, ഈ യാത്രയിൽ വേദനയുണ്ടാവും, സഹനമുണ്ടാവും, മരണമുണ്ടാവും, പക്ഷേ അവസാനിക്കുന്നില്ല. 3-ാം പക്കം ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കും. പ്രിയപ്പെട്ടവർ, ഈ പ്രഭാതത്തിൽ യേശു നമ്മോടും പറയുന്ന ഇതേ സന്ദേശം തന്നെയാണ്. നിൻ്റെ മാനസികമായിട്ട് നീ തളർന്നിട്ടുണ്ടാവാം, നിൻ്റെ ശാരീരികമായിട്ട് നീ രോഗിയായിത്തീർന്നിട്ടുണ്ടാവാം, നീ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസപാത്രമായിട്ടുണ്ടാവാം, ചെയ്യാത്ത കുറ്റത്തിന് നീ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവാം, അവസാനം നിന്നെ അവർ കുരിശിൽ തറച്ചു, മരിച്ചടക്കം ചെയ്തതോടെ എല്ലാം തീർന്നു എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവിടെ തീരേണ്ടതല്ല നിൻ്റെ ജീവിതം. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഒരു 3-ാം പക്കമാണ്, ഒരു ഉയർപ്പിൻ്റെ ദിവസമാണ്. ഈ സമയമെല്ലാം കടന്നു പോകും. കർത്താവ് വിജയിച്ച ആ ഒരു ഉയർപ്പിലേക്ക് തമ്പുരാൻ നമ്മളെ നയിച്ചിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ യേശു തരുന്ന സന്ദേശം അത് തന്നെയാണ്. സഹനത്തിലോ മരണത്തിലോ രോഗത്തിലോ നിന്ദനത്തിലോ പീഡയിലോ അവസാനിക്കേണ്ടതല്ല നമ്മുടെ ജീവിതം. ഇതിലൂടെ എല്ലാം കർത്താവ് നമ്മെ കടത്തിവിട്ടത് അത് വിജയത്തിൻ്റെ ഒരു ഉയർപ്പിലെത്തിക്കാൻ വേണ്ടിയാണ്. നമ്മളെല്ലാവരും ഉയർപ്പിൻ്റെ മക്കളാണ്. കർത്താവ് ഉയർത്തെങ്കിൽ നമുക്കും ഒരു ഉയർപ്പുണ്ട്. നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. നല്ലൊരു പ്രഭാതം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കണം. ഈ ഒരു പ്രത്യാശയോടുകൂടെ നമുക്ക് ചുവടുകൾ വയ്ക്കാം. ഈ ദിവസം അനുഗ്രഹം നിറഞ്ഞതാവട്ടെ. ഒന്നിനും നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. കാരണം കർത്താവ് ഉത്ഥാനം ചെയ്തവനാണ്. അവൻ മരണത്തിൽ അവസാനിച്ചവനല്ല, അവൻ ഉത്ഥാനം ചെയ്ത യേശുവാണ്. ആ യേശുവാണ് എന്നെ നയിക്കുക. അങ്ങനെയെങ്കിൽ എനിക്കും ഒരു 3-ാം പക്കമുണ്ട്. നമുക്കതിനായിട്ട് കാത്തിരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വേക ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ പുത്രൻ യേശുവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ത്രിത്വേക ദൈവമേ, അങ്ങയുടെ പക്കൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾ ഉയർത്തുന്ന ഈ പ്രഭാതത്തെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ കൃപയും കരുണയും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങൾ വസിക്കുന്ന ത്രിത്വേക ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, നിങ്ങളുടെ പ്രത്യേകമായ മധ്യസ്ഥം ഞങ്ങൾ യാചിക്കുകയാണ്. ഇന്നേ ദിവസം പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപ്പ് പിതാവും ഞങ്ങൾക്ക് കാവലായിരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ മധ്യസ്ഥം അപേക്ഷിക്കണമേ. സ്വർഗീയ മധ്യസ്ഥരായ സകല വിശുദ്ധരുടെയും മധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. സകല വിശുദ്ധന്മാരെ, പ്രത്യേകിച്ച് ഞങ്ങൾ ഓരോരുത്തരുടെയും പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധരെ, ഞങ്ങളുടെ ഇടവകയുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധരെ, നിങ്ങളെല്ലാവരുടെയും മധ്യസ്ഥം ഞങ്ങൾ ഈ പ്രഭാതത്തിൽ യാചിക്കുകയാണ്. പ്രത്യേകമായിട്ട് ഈ സമയത്ത് ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന സമ്മാനമായ നമ്മുടെ ഓരോരുത്തരുടെയും കാവൽ മാലാഖയുടെ പ്രത്യേകമായ സംരക്ഷണം നമുക്ക് ആവശ്യപ്പെടാം. കാവൽ മാലാഖെ, ഞങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് ദൈവത്തിൻ്റെ സന്നിധി മധ്യസ്ഥ അപേക്ഷിക്കുന്ന ദിവസം മുഴുവനും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങൾക്ക് സംരക്ഷണം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ സമയത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മരിയൻ കൂടാരങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു ശുശ്രൂഷയുടെ വിജയത്തിനായിട്ട് ത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവായ ഈശോയെ, മരിയൻ കൂടാരങ്ങളിൽ നിരന്തരം സ്തുതി പാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഈ സമയത്ത് അവരിൽ ഓരോരുത്തരിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ കൃപ ചൊരിയണമേ. ഈ ഒരു സംരംഭത്തിൻ്റെ വിജയത്തിനായിട്ട് അധ്വാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കർത്താവേ, നീ കൃപയും അനുഗ്രഹവും വർഷിക്കണമേ. പ്രത്യേകമായിട്ട് നമുക്ക്
ഗുഡ്നസ് ടിവിയെ സമർപ്പിക്കാം, ഡിവൈൻ ധ്യാനകേന്ദ്രത്തെ സമർപ്പിക്കാം. ഈ ഒരു പ്രഭാത വിരുന്നിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന ഓരോ വ്യക്തിയെ നമുക്കറിയാം, അനേകം പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ഒരു സംരംഭം. അവരെല്ലാവരും അനുഗ്രഹിക്കണമേ, അവരുടെ കുടുംബങ്ങൾക്ക് സംരക്ഷണവും കൃപയും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളും, നമ്മുടെ എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനകളും എല്ലാം കർത്താവിൻ്റെ പക്കലേക്ക് സമർപ്പിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമുക്കൊരുങ്ങാം. ഞാൻ സമർപ്പിക്കുന്നു സാദരം നിൻ മുൻപിൽ അർപ്പിക്കുന്നു ഞാൻ സമർപ്പിക്കുന്നു സാദരം നിൻ മുൻപിൽ അർപ്പിക്കുന്നു. ഉള്ളവും ഉള്ളതും പങ്കുവച്ച് സർവം സമർപ്പണം ചെയ്തിടുന്നു. ഉള്ളവും ഉള്ളതും പങ്കുവച്ച് സർവം സമർപ്പണം ചെയ്തിടുന്നു. അർപ്പിക്കുന്നു ഞാൻ സമർപ്പിക്കുന്നു സാദരം നിൻ മുൻപിൽ അർപ്പിക്കുന്നു. വേദന തിങ്ങുമെൻ മാനസവും തോരാതെ പെയ്യുമെൻ കണ്ണുകളും കരകവിഞ്ഞൊഴുകും കദനങ്ങളും തിരുമുൻപിലിന്നു ഞാനേകിടുന്നു. അർപ്പിക്കുന്നു ഞാൻ സമർപ്പിക്കുന്നു സാദരം നിൻ മുൻപിൽ അർപ്പിക്കുന്നു. ജീവിതം ദാനമായി നൽകിയോനെ അങ്ങേതായി എന്നെ നീ സ്വീകരിക്കൂ. ഉയർച്ചകൾ താഴ്ചകൾ സമസ്തവും നിൻ കരങ്ങളിലേക്ക് ഞാൻ നമിച്ചിടുന്നു. അർപ്പിക്കുന്നു ഞാൻ സമർപ്പിക്കുന്നു സാദരം നിൻ മുൻപിൽ അർപ്പിക്കുന്നു. അർപ്പിക്കുന്നു ഞാൻ സമർപ്പിക്കുന്നു സാദരം നിൻ മുൻപിൽ അർപ്പിക്കുന്നു. ഉള്ളവും ഉള്ളതും
പങ്കുവച്ച് സർവം സമർപ്പണം ചെയ്തിടുന്നു. ഉള്ളവും ഉള്ളതും പങ്കുവച്ച് സർവം സമർപ്പണം ചെയ്തിടുന്നു. അർപ്പിക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു, സാദരം നിൻ മുൻപിൽ അർപ്പിക്കുന്നു. പരിശുദ്ധ കത്തോലിക്ക സഭയോട് ചേർന്ന് പ്രത്യേകമായിട്ട് സഭയെ നയിക്കുവാനായിട്ട് നമുക്ക് ദൈവം നൽകിയ നമ്മുടെ സമ്മാനമായ പരിശുദ്ധ ലയോ 14 മാർപ്പാപ്പയോട് ചേർന്ന് സകല മെത്രാന്മാരോടും എല്ലാ വൈദികരോടും എല്ലാ സിസ്റ്റേഴ്സിനോടും ലോകമെമ്പാടും സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പ്രത്യേകിച്ച് അൽമായ ശുശ്രൂഷയോട് ചേർന്ന് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ല ഒരു ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുകയാണ്. നമുക്ക് പ്രത്യാശയുടെ മക്കളായിട്ട് വ്യാപരിക്കാം. ഒപ്പം നമ്മുടെ ചുറ്റുപാടും കാണുന്ന എല്ലാവർക്കും പ്രത്യാശ പകർന്നു കൊടുക്കുവാനായിട്ട് പ്രഭാതത്തിൽ നമ്മളൊരു പുനരുത്ഥാനത്തിൻ്റെ മക്കൾ, 3-ാം പക്കത്തിൻ്റെ മക്കളാണെന്ന് അവരെ കാണിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് ഇന്നേ ദിവസം പ്രത്യാശയുടെ പ്രവാചകന്മാരാവാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.